അപ്പം നമ്മളിന്ന് USB4 സർവീസ് ചെയ്യാൻ വേണ്ടി ആണ്. MDയുടെ ആണ്. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ട. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഓയിൽ സീല് മാറുന്നുണ്ട്, പിന്നെ ഓയിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഇതിൻ്റെ ടോപ്പ് ക്യാപ്പാണ് അഴിക്കേണ്ടത്. ഈ ടോപ്പ് ക്യാപ്പ് അഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഓൾറെഡി ലൂസ് ചെയ്ത് വെച്ച് ഓയിൽ ഇവിടെ ഊറ്റി വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് ലൂസ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടീ സ്റ്റമ്പുണ്ട്. ടീ സ്റ്റമ്പ് നമ്മൾ ഇതിനകത്തൂടെ കയറ്റിയിട്ടതിന് ശേഷം അകത്ത് വെച്ച് ഈ ബോൾട്ട് അങ്ങ് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇത് നമ്മുടെ ഒരു സ്പാനർ ഇട്ടിട്ട്, അതായത് 20-ൻ്റെയാണ്, 22-ൻ്റെ സ്പാനർ ഇട്ട് ഇങ്ങനെ ഊരിയാൽ എളുപ്പത്തിൽ ഊരിയെടുക്കാൻ പറ്റും. അല്ലാതെ നമുക്കിപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഊരുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര പാടാണ്. അപ്പോൾ നട്ട് ആദ്യം ഊരിയെടുക്കുക. ആദ്യം ഊരിയെടുത്തതിന് ശേഷം നമ്മുടെ രണ്ട് USDയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് ഇതിൽ സ്പ്രിങ് ആക്ഷനും ഇതിൽ കംപ്രഷനും വരുന്നത്. അപ്പോൾ ഈ ഒരു നട്ട് ഊരിയെടുക്കാൻ വേണ്ടി ആദ്യം ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ അടിയിലൊരു നട്ട് കാണാം. ഓക്കെ, അടിയിൽ നട്ട് കാണാൻ പറ്റും. ഓക്കെ, എത്രയാണ് നോക്കണം. ആ ഒരു നട്ടയിലും ഈ നട്ട് ലൂസ് ചെയ്യുക. ഈ നട്ട് ലൂസ് ചെയ്യുക, മുകളിലത്തെ ഈ നട്ടയിലും പിടിച്ച് ലൂസ് ചെയ്യുക. ലൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്യാപ്പ് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ഈ എടുത്തേക്കുന്ന സ്പാനർ എന്ന് വെച്ചാൽ 16 താഴെ കൊടുക്കേണ്ടത് 16 മുകളിൽ 22 വെച്ചിട്ട് ഇത് ഫ്രണ്ടിലോട്ടും ഇത് ബാക്കിലോട്ടും ഇങ്ങനെ അഴിക്കുക. ഇതിപ്പോൾ ലൂസായി. കമ്പനി ടൈറ്റ് ആയിരുന്നു, പുതിയ ഫോർക്കായണ്ടേ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഊരിയെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അതിന് ശേഷം ഈ ഒരു ഞാൻ ഊരിയെടുക്കുക. അതിന് ശേഷം സ്പ്രിങ് നമുക്ക് വെളിയെടുക്കാം. സ്പ്രിങ് വെളിയെടുക്കാൻ വേണ്ടി ഈ നട്ട് ഊരുക. അതിന് ശേഷം എൻ്റെ മണ്ടയിലൊരു ക്യാപ്പുണ്ട്, ആ ക്യാപ്പ് ഊരുക. പിന്നെ നമുക്ക് ഈ സ്പ്രിങ് ഇങ്ങനെ ഊരിയെടുക്കാം. ഓക്കെ, മാറ്റി വയ്ക്കുക. ഇതിലൊന്നും പൊടിയാവാതെ മാക്സിമം ശ്രദ്ധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റമ്പ് പിന്നെയും കംപ്ലൈൻ്റ് ആവും. അതിന് ശേഷം ഇനി കിടക്കുന്ന ഇച്ചിരി ഓയിലുണ്ടാവും, ആ ഓയിലും കൂടി ഇങ്ങോട്ട് ഊറ്റി ഒഴിക്കുക. ഓക്കെ, തീർന്നിട്ടില്ലായിരുന്നു. ഇങ്ങോട്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ഡസ്റ്റ് ക്യാപ്പ്. ഈ ഡസ്റ്റ് ക്യാപ്പ് ആദ്യം നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടൊരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക, ഇവിടെ വയ്ക്കുക, ഇങ്ങനെ തിക്കി കൊടുക്കുക. തിക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഊരി പോന്നോളൂ. അതിനുശേഷം ഇതിനകത്ത് ഒരു ലോക്കുണ്ട്, നമ്മുടെ ഓയിൽ സീല് തള്ളി പോകാതിരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു ലോക്കാണ്. ആ ലോക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് പതിയെ കുത്തിങ്ങെടുക്കാം. കുത്തിങ്ങെടുക്കുക, മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മുടെ ഇതിന് സ്റ്റമ്പ് വേർതിരിച്ചിരുന്നു. അതിനായിട്ട് ഇത് മാക്സിമം ഇങ്ങനെ വലിച്ച് റോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയി. ഇതാണ് സ്റ്റമ്പ്. അപ്പോൾ നമ്മുടെ ഓയിൽ സീല് എന്ന് പറയുന്ന സാധനമാണിത്. ഈ സീലാണ് നമ്മൾ മാറാനുള്ളത്. അതാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. ഏകദേശം R15 V4 MD NP50 ഇതിനെല്ലാത്തിനും സെയിമാണ്. ഒരു സീലിൻ്റെ വില 313 രൂപയാണ്. അതുപോലെ 2 മേടിച്ചിട്ടുണ്ട്, 2 മാറാൻ. ഓക്കെ, അതിന് ശേഷം ഇവിടെ ഒരു പ്ലേറ്റ് പോലൊരു സാധനമുണ്ട്, ഒരു ലോക്കാണിത്. ഓയിൽ സീല് മുകളിലോട്ട് തള്ളിപ്പോയിരിക്കാനുള്ള ഈ ലോക്ക് നമ്മൾ വളരെ ശാസ്ത്രീയമായി ഇതിങ്ങനെ അകത്തി പിടിച്ച് മുകളിലോട്ട് തള്ളി നമ്മൾ ഊരിയെടുക്കണം.
ഇതിപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഊരിയെടുക്കാം. ഊരിയെടുത്ത് മാറ്റി വെച്ചു. അതിന് ശേഷം ഇതിനകത്തിട്ടേക്കുന്നൊരു സ്പേസറുണ്ട്. ഈ സ്പേസർ ഊരി വയ്ക്കുക. അതിന് ശേഷം ഇതിൻ്റെ മണ്ടയിൽ ഒരു വാഷറുണ്ട്. ആ വാഷർ ഊരി വയ്ക്കുക. അതിന് ശേഷം ഇതിനകത്ത് കിടക്കുന്ന നമ്മുടെ ഓയിൽ സീൽ, അത് ഇട്ടിരിക്കുന്ന പൊസിഷൻ കറക്റ്റായിട്ട് നോക്കണം. അതായത് ഇങ്ങനെയാണ് വരിക, ഈ ഒരു രീതിയിൽ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ നോക്കിയിട്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ഇതിന്, എന്താണ് ഓയിൽ ലീക്ക് ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സാധനം നമുക്ക് മാറാം. ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം മറ്റേ സ്റ്റമ്പ് മാറ്റിയിട്ടുണ്ട്. മറ്റേ സ്റ്റമ്പ് ഞാൻ ഊരി, അതായത് സ്റ്റമ്പിൻ്റെ സ്ട്രെയിറ്റ് നോക്കിയിട്ട്, അതൊരു ആക്സിഡൻ്റ് ആയിട്ടുള്ളൊരു USD ഫോർക്കാണ്. അപ്പോൾ നോക്കിയിട്ട് അതിന് ചെറിയൊരു ബെൻഡുണ്ട്. ഇതിപ്പോൾ ടൈലാണ്, ടൈലിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്കും കണ്ട. അപ്പോൾ അത് തൽക്കാലത്തേക്ക് അതിൻ്റെ ബെൻഡൊക്കെ മാറിയതിന് ശേഷം നമുക്കതിൻ്റെ സീല് മാറാം. അപ്പോൾ ഇത് ഞാൻ നോക്കിയിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്കിത് റീസെറ്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഊരി ഞാൻ കാണിച്ചില്ലായിരുന്നു. അതിന് വേറെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ചെറിയ നട്ടിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതിപ്പം റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഴയ ഡസ്റ്റ് സീൽ തന്നെ, നമ്മൾ ഊരിയെടുത്ത സാധനമില്ലേ, പഴയ ഡസ്റ്റ് സീൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരിക്കലും പൊടിയോ കാര്യങ്ങളൊന്നും പറ്റാതെ നോക്കണം. കാരണം വെച്ചാൽ ഇതോരോ സ്ക്രാച്ചായി ഡാമേജ് ആയിട്ടാണല്ലോ നമ്മളിതെല്ലാം മാറുന്നത്. അപ്പം മാക്സിമം വൃത്തിയായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഡസ്റ്റ് സീല് പതിയെ അത്തോട്ടിങ്ങനെ ഇറക്കി കൊടുക്കുക. ഇറക്കി പാത്തോട്ട് കൊടുത്തു. അതിന് ശേഷം പുതിയ സീല് പൊട്ടിച്ചെടുക്കുക. പുതിയ ഓയിൽ സീൽ പൊട്ടിച്ചെടുക്കുക. നമ്മൾ കടന്നിരുന്ന ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായിരുന്നു കടന്നിരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ താഴോട്ട് ഇറക്കി ഇടുക. ഓക്കെ, ഇത് പിരിച്ച് പതിയെ ഇറക്കി വിടുക. സ്ക്രാച്ച് ഒന്നും ഇല്ലാത്ത രീതിയിൽ പതിയെ ഇറക്കി വിടുക. ഓക്കെ, അതിന് ശേഷം ഇതിന് മുകളിൽ വന്നിരുന്ന ഒരു റൗണ്ട് വാഷർ ഇട്ട് കൊടുക്കുക. ഓക്കെ, മുകളിലോട്ട് വയ്ക്കാം. അതിന് ശേഷം ഒരു സ്പേസർ ഉണ്ടായിരുന്നു, സ്പേസർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് പതിയെ ഇങ്ങനെ വികസിപ്പിച്ച്, അതായത് ഇവിടെ വെട്ടുണ്ട്, ഇങ്ങനെ വികസിപ്പിച്ച് അവിടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു റബ്ബർ ബൂട്ട് വരുന്നുണ്ട്. സെയിം പോലാണ് ഇരിക്കുന്നത്, ഒരു പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സെയിം പോലാണ് രണ്ട് ഭാഗം ഇരിക്കുന്നത്. ഇതിവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഇനി നമ്മളുടെ അപ്പുറ പൈപ്പ് വെച്ച് കൊടുക്കാം. ഇതിനകത്ത് പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം കറക്റ്റായിട്ട് താഴോട്ട് ഇങ്ങനെ ഇറക്കി വിടുക. ഓക്കെ, ഇറക്കി വിട്ടതിന് ശേഷം ഈ ഒരു നട്ടുണ്ട്. ഈ ഒരു നട്ട് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ, ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ മുറുക്കി കൊടുക്കുക. മുഴുവൻ ടൈറ്റ് ആക്കണ്ട. അത് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഒരു പീസ് വരുമ്പോൾ ഇത് ഇതിൽ ടൈറ്റായിട്ട് നിൽക്കണം. അതിനാണ് ആ ഒരു പീസ് കൊടുത്തേക്കുന്നത്. കൂടുതൽ ടൈറ്റായിട്ടുണ്ടെങ്കിൽ ഈ സാധനം ടൈറ്റ് ആകത്തില്ല. ഇതുണ്ടോ, ഫുൾ ടൈറ്റാണ്. ഇത് ഫുൾ ടൈറ്റായി, പക്ഷേ ഇത് സാധനം ലൂസായി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് മുറുക്കി കൊടുക്കുക. സ്പാൻഡർ ടൈം കാണിച്ച പോലെ. ഇതിൻ്റെ സ്പാൻഡർ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ സ്പാൻഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്ലെയർ ഇട്ട് പിടിച്ചാണ് ഇത് ടൈറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മറ്റേ സ്റ്റമ്പാണിത്. ഇന്നലെ നൈറ്റ് ആയി പോകണ്ടേ, ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മറ്റേ സ്റ്റമ്പാണ്. അപ്പോൾ ഇവിടെ വെച്ച് ചെറുതായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് വെൽഡ് ചെയ്യിപ്പിച്ചു. അലൂമിനിയമാണ്. അലൂമിനിയം വെൽഡ് ചെയ്യുന്ന ലേത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ വെൽഡ് ചെയ്ത് തരും. പിന്നെ ഈ സ്റ്റമ്പായിരുന്നു ബെൻഡ്. ഇതിപ്പോൾ ബെൻഡൊക്കെ നിവർത്തി കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട്. ഫുൾ സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട്. മീൻസ് തന്നെ ബെൻഡ് നിവർത്തിയിട്ട് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല.
നമുക്ക് പിന്നെ എല്ലായിടത്തും പറയേണ്ട ഒരു കാര്യം കേട്ടോ, USB ഫോർക്കിൻ്റെ ഈ സ്റ്റമ്പ് നിവർത്താൻ പറ്റുമോ എൻ്റെ അടുത്ത് ലയത്തിലെ ചേട്ടന്മാർ എൻ്റെ അടുത്ത് ചോദിച്ചു. ഇത് നമുക്ക് നിവർത്താൻ പറ്റും. അതിന് നമ്മൾ ഈ മൗണ്ടിങ് ഒക്കെ ഊരണം. എല്ലാവരും വിചാരമുണ്ട് ഈ സാധനം ഊരാൻ പറ്റുള്ളൂ, ഇതൊക്കെ ഇമ്പിൾട്ടായിട്ട് അവിടെ തന്നെ വരുന്നതാണ്. ഇതൊരു ത്രെഡാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ സാധാരണ ഒരു കുപ്പി തുറക്കുന്ന പോലെ ഇങ്ങനെ പിരിച്ചാണ് ഊരിയെടുക്കുന്നത്. അപ്പം ഇവിടെ ഒരു എല്ലങ്കി ഉണ്ട്, ആ എല്ലങ്കി ബോൾട്ട് ഞാൻ അപ്പുറത്ത് മാറ്റി വെച്ചേക്കാം കേട്ടോ. ഇവിടെ ഈ എല്ലങ്കി റിമൂവ് ചെയ്യുക. അതിന് ശേഷം ഈ സ്റ്റമ്പ് ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ഈ സ്റ്റമ്പിൽ ഈ സാധനം ഊരിയതിന് ശേഷം നമ്മൾ ആ പഴയ വീഡിയോ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഹോളിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിക്കി പിടിച്ചതിന് ശേഷം ഈ സാധനം ഏതെങ്കിലും ഒരു വയസ്സിൽ വെച്ചിട്ട് കറക്കി ഊരിയാൽ മതി. സംഭവം സ്റ്റമ്പ് മാത്രമായിട്ട്, പൈപ്പ് മാത്രമായിട്ട് നമുക്ക് റിലീസ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്കിതിൻ്റെ ബെൻഡ് നിവർത്തിയതിന് ശേഷം പിന്നെ നമുക്ക് അനാബോണ്ടൊക്കെ വെച്ച് റെഡിയാക്കി പിന്നെ ടൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് USB മറ്റേതുപോലെ തന്നെ, പിന്നെ ഇച്ചിരി തിക്നെസ് കുറവുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ വിലയിൽ കുറവൊന്നുമില്ല, തിക്നെസ്സിൽ കുറവുണ്ടെന്നേ ഉള്ളൂ. നല്ല പെർഫോമൻസ് ആണല്ലോ, അതാണ് USD ആക്കിയേക്കാമെന്ന് ഓർത്ത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബെൻഡൊക്കെ നിവർത്താൻ പറ്റും കേട്ടോ USDയുടെ. ഇതാണ് ഓയിൽ സീല്. ഓക്കെ, ഇന്നലെ ഞാൻ അവിടെ വരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഓയിൽ സീൽ ഇതിനകത്തോട്ട് ഇറക്കണം. അതായത് നമ്മൾ ഒരു വാഷർ കിട്ടുന്നുണ്ടായിരുന്നല്ലോ, ഈ വാഷർ താഴോട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടോ ജസ്റ്റ്, അതായത് ഈ സാധനത്തിൽ സ്ക്രാച്ച് വരത്തില്ലാത്ത രീതിയിൽ ഇതിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് വെച്ച് അടിച്ചടിച്ച് അവിടെ ഇരുത്തി ഇത് കണ്ടൊരു വെട്ട് കണ്ട, അതായത് ഇത് കണ്ടൊരു വെട്ട് ഈ ഒരു ഭാഗത്തായിട്ട്, ആ വെട്ടിൽ വേണം നമ്മുടെ മറ്റേ ലോക്ക് ഇടാൻ. അതായത് ഈ ലോക്ക് അപ്പോൾ അതിനകത്ത് കയറ്റിയിടണം. ഞാൻ എന്തായാലും അടിച്ചൊന്ന് ഇരുത്തിയതിന് ശേഷം ജസ്റ്റ് ബാക്കി വീഡിയോ കാണിച്ചു തരാം. ഇപ്പം ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആരുമില്ല, ഒറ്റയ്ക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോക്ക് വിട്ടു. ഇച്ചിരി പണിയാണ്. ഇനിയിപ്പോൾ ടെസ്റ്റ് ക്യാപ്പിംഗ് കൂടെ വാങ്ങി വയ്ക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒഴിക്കുക. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് വരുമ്പോൾ ഡിസ്ക് സൈഡ് വരുമ്പോൾ നമ്മൾ ഒഴിക്കേണ്ട ഓയിൽ എത്രയാണെന്ന് വെച്ചാൽ 360 to 370. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ ഒഴിക്കേണ്ട ഓയിലിൻ്റെ അളവെന്ന് വെച്ചാൽ 300 ml മാത്രം മതി. ഇത് കണ്ടോ, ഇത് വന്നിട്ട് 350 ml ആയിരുന്നു ഈ ഒരു ടിന്നകത്തുണ്ടായിരുന്ന അളവ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഊറ്റി ഒഴിച്ചിട്ടുണ്ട് 360 ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കംഫർട്ട് ആവും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഫില്ല് ചെയ്യാം. അപ്പം നമ്മൾ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വൺ സൈഡ് പറഞ്ഞ് ഇതിവിടെ 300 ml ആണ് പറഞ്ഞിരുന്നത്. 300 ml നമ്മൾ ഓരോന്ന് ഒഴിക്കുമ്പോഴത്തേക്ക് ഓരോ 100 ml ഒഴിക്കുക. അതിന് ശേഷം ഈ ഒരു സാധനം താഴോട്ട് പ്രസ് ചെയ്ത് പതിയെ കംപ്രസ് ചെയ്യുക. എന്നാലേ അകത്തെല്ലാം ഓയിലെല്ലാം കയറി കംപ്രസ് ആവുള്ളൂ. ഓക്കെ, അങ്ങനെ 300 ml വരെ നമ്മളിങ്ങനെ കംപ്രസ് ചെയ്തെടുക്കുക. നമ്മളപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, ഓയിലെല്ലാം കയറി കഴിഞ്ഞ് കംപ്രസ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് നേരത്തെ വിട്ടുകൊണ്ടിരുന്നുണ്ടോ സ്മൂത്തായിട്ടാണ് കയറി വരുന്നുണ്ടോ, ഞെക്കി വിട്ടു ഉണ്ടോ, പതിയെ കയറി വരുന്നുണ്ടോ, ഒരു കംപ്രഷൻ സ്റ്റേജായി. ഓക്കെ, അപ്പം ഇതെടുക്കുക. ദെൻ ഓയിൽ മൊത്തം ഒഴിക്കുക, കംപ്രസ് ചെയ്യുക, ദെൻ ടൈറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അതോടെ നമ്മുടെ ഓയിൽ മാറുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഇടുന്നെങ്കിൽ ഫോളോ ചെയ്യുക. പോപ്ലാനോ എന്നാണ് പേര്. ഓക്കെ, ലിങ്ക് എല്ലാം താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്. താങ്ക് യു.